ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ സിമ്പിൾ കോയിൻ എന്ന ടെലിഗ്രാം മെയിൻ ബോർഡിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ട് ആ വഴി കയറിക്കേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ നിങ്ങൾ ഹാംസ്റ്റർ കോമ്പറ്റ് ഒക്കെ മെയിൻ ചെയ്യണവരാണെങ്കിൽ അറിയാം, ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ SMB പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ സെയിം സംഭവമാണ് ഇവിടെയും. നിങ്ങൾ ഡെയിലി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് SMBയിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരു SMBയിൽ പറഞ്ഞാൽ കോയിൻ കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ ടാസ്കിൻ്റെ സെഷൻ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ ഓരോരോ ടാസ്കുകൾ കംപ്ലീറ്റ് ആയി SMBയിൽ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് കാണിയാൻ പറ്റും. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക, ട്വിറ്റർ ജോയിൻ ചെയ്യുക, അങ്ങനെ. പിന്നെ ഇവിടെ ബൂസ്റ്റിൻ്റെ സെഷൻ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓരോരോ കാർഡുകൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ കാർഡുകൾ എന്താ സംഭവം വെച്ച് വെച്ചാൽ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ടാപ്പ് ലിമിറ്റ് പറഞ്ഞത് 500 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 500 SMBയിലാണ് ഒരു ദിവസം കിട്ടുള്ളൂ ടാപ്പ് ചെയ്തിട്ട്. പക്ഷേ ഈ ഓരോരോ കാർഡുകൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് അത് ഇൻക്രീസ് ആക്കാൻ പറ്റും. ലിമിറ്റ് ഇൻക്രീസ് ആക്കാൻ പറ്റും. അതാണ് ഈ സംഭവം. ചില കാർഡുകൾ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇതുണ്ടല്ലോ, വರ್ತല്ല. അപ്പോൾ നല്ല നല്ല കാർഡുകൾ നോക്കി മേടിക്കുക. അതാണ് ഇതിൽ പറയുള്ളൂ. ഞാൻ എല്ലാത്തിനും 13 വാടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് എല്ലാത്തിലും ലെവൽ 5 ലെവൽ 6 വേണ്ടിയിട്ട് കാണുന്നത്. പിന്നെ പറയണമെങ്കിൽ ഇൻവൈറ്റ് സെഷനിൽ എന്താ വെച്ചാൽ നിങ്ങൾ ഓരോ ഫേസിനെ ഇൻവൈറ്റ് ചെയ്യും തോറും നിങ്ങൾക്ക് SMBയിൽ പറഞ്ഞാൽ കോയിൻ കിട്ടും. ഇതിൽ 10% നിങ്ങളുടെ ഫ്രണ്ട് ഡെയിലി കയറിയിട്ട് ക്ലിക്ക് കളക്ട് ഈ SMBയിൽ പറഞ്ഞ പോയിന്റ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 10% നിങ്ങൾക്ക് കിട്ടും. ആ ഫ്രണ്ട് വേറൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ നിന്ന് 2.5% നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഹോമിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കുറേ ചിഹ്നങ്ങൾ കാണാം. അതെന്താ അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ആദ്യം സൈഡത്തെ പറഞ്ഞാൽ ഇവിടെ സ്പിന്നിൻ്റെ വട്ടത്തിൽ സ്പിന്നിൽ നിങ്ങൾക്ക് ഡെയിലി 5-6 തവണ മാക്സിമം സ്പിൻ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് മുന്നേ സ്പിൻ ചെയ്തു, അതാണ് ഇവിടെ സ്പിന്നിൻ്റെ ഓപ്ഷൻ കാണാത്തത്. നിങ്ങൾക്ക് ഇവിടെ ഡെയിലി സ്പിൻ ചെയ്തിട്ട് SMBയിൽ പറഞ്ഞ പോയിന്റ് കാണിയാൻ പറ്റും. പിന്നെ ഇവിടെ റോക്കറ്റിൻ്റെ ചിഹ്നം കാണില്ല, അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. SMBയിൽ കോയിൻ്റെ ഇവിടെയും മറ്റേ കാർഡ് മേടിക്കില്ലേ, അതേ സെയിം സംഭവം പോലെ തന്നെയാണ് ഇവിടെയും. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ടിക്കറ്റിൻ്റെ സൈൻ കാണില്ല, അത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഈ സിമ്പിൾ കോയിൻ SMBയിൽ വരുന്ന പോയിന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ലിസ്റ്റിങ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ, അതേപോലെ തന്നെ. പക്ഷേ അതിൻ്റെ വാല്യൂ അറിയില്ല. എന്താ വെച്ചാൽ അത് ലിസ്റ്റ് ആയിട്ടില്ല, എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴാണ് വെച്ചാൽ 2025. അപ്പോൾ 2025 ലിസ്റ്റിംഗ് വേണ്ടിയിട്ട് ആരെങ്കിലും മൈനായിട്ട് ഇരിക്കേണ്ട. എന്താ വെച്ചാൽ ഇത് ലിസ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ വാലറ്റിലേക്ക് ഈ സിമ്പിൾ കോയിൻ വിഡ്രോ ചെയ്യുക പറഞ്ഞുതരാം. ഒന്നാമത് ആദ്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സൈഡിൽ ഇവിടെ ഒരു കോൺടാക്റ്റിൻ്റെ മറ്റേ ചിഹ്നം പോലെ സൈഡിൽ കാണില്ലേ, അതിൽ തൊട്ട് കഴിഞ്ഞ് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ ഇമെയിലായിട്ട് ഇത് ചെയ്യാൻ പറയും, കണക്ട് ചെയ്യാൻ പറയും. ഞാൻ ഇവിടെ മുന്നേ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളാണ്. നിങ്ങളുടെ ഏതെങ്കിലും Gmail അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ട് ചെയ്ത് വെച്ചാൽ പാസ്വേഡൊന്നും കൊടുക്കേണ്ടതില്ല, ജസ്റ്റ് ഇമെയിൽ മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് കൺഫേം ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സിമ്പിളായിട്ട് ഇവിടെ ഇമെയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ടത് സിമ്പിൾ കോയിൻ പറഞ്ഞൊരു സിമ്പിൾ വാലറ്റ് പറഞ്ഞിട്ടൊരു വാലറ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഡൗൺലോഡൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. അത് ഡൗൺലോഡ് ആക്കി വെക്കുക. അത് ഡൗൺലോഡ് ആക്കി വെച്ച ശേഷം അത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ അടുത്ത് ഇപ്പോൾ 1,00,000 സംതിങ് SMBയിൽ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായി കളിക്കാൻ തുടങ്ങിയിട്ട് എല്ലാം ഞാൻ ഈ വാലറ്റിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യം ഇവിടെ സൈഡിൽ കോൺടാക്റ്റിൻ്റെ ചിഹ്നങ്ങളിൽ അതിൽ തൊട്ട് കഴിഞ്ഞ് വെച്ചാൽ ഇവിടെ ഞാൻ ഇമെയിലായിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കയറുമ്പോൾ തന്നെ ഏതാ ഇമെയിൽ വേണ്ടിയിട്ട് കാണിക്കും, ഏത് ഇമെയിലാണ് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ടെലിഗ്രാം ബോട്ടിൽ നമ്മൾ സിമ്പിൾ പോയിന്റ് പറഞ്ഞ ബോട്ടിലത്തെ ഏത് ഇമെയിലാണോ കൊടുത്തത് സെയിം ഇമെയിലാണ് ഈ ടെലിഗ്രാം സിമ്പിൾ വാലറ്റ് പറഞ്ഞാൽ ഈ വാലറ്റ് കൊടുക്കാൻ പാടുള്ളൂ. വേറെ ഏതെങ്കിലും ഇമെയിൽ കൊടുത്തതിന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിമ്പിൾ ബോട്ടിൻ്റെ പോയിന്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ട് അത് നോക്കേണ്ടത് രണ്ടിലും ഒരേ ഇമെയിൽ വെച്ചിട്ട് വേണം കൊടുക്കാൻ, അത് ശ്രദ്ധിക്കുക. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ ഇത്ര ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ റെഡിയാക്കി വെക്കുക. എന്നിട്ട് പിന്നെ നിങ്ങളുടെ ബോട്ടിലേക്ക് പിന്നെ തിരിച്ചു വരിക. ബോട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ ടിക്കറ്റിൻ്റെ ചിഹ്നം കാണില്ല, ടിക്കറ്റിൻ്റെ ചിഹ്നം തൊട്ടിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് മാക്സിമം നിങ്ങളിതിപ്പോൾ 1,00,000 പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 10% ഒരു ദിവസം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1,00,000 പറഞ്ഞാൽ 10% പറഞ്ഞാൽ 1,000 രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക SMBയിൽ പറഞ്ഞ ടോക്കൺ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തിപ്പോൾ മാക്സിമം എനിക്ക് 2,00,000 എനിക്ക് മാക്സിമം വിഡ്രോ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ വിഡ്രോ കൊടുത്ത് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ സിമ്പിൾ കോയിൻ എന്ന ബോട്ടിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വിഡ്രോ ഞാൻ ഇപ്പോൾ എത്ര കൊടുക്കില്ല, ഒരു 500 നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. 500 റുപ്യേൻ്റെ SMBയിലാണ് ഞാൻ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ വിഡ്രോ കൊടുക്കുക. വിഡ്രോ കൊടുത്തതിന് വെച്ചാൽ സക്സസ്ഫുള്ളി വിഡ്രോ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഗോട്ട് ഇറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങളിവിടെ വാലറ്റ് ഇപ്പോൾ പോപ്പപ്പ് ആയിട്ട് വരും.
അപ്പോൾ നിങ്ങൾ സിമ്പിൾ കോയിൻ്റെ ബോട്ടിൽ കയറിയിട്ട് അവിടെ പോയിട്ട് കളക്ട് എന്ന് ഓർഡർ കൊടുക്കാം. കളക്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ സിമ്പിൾ കോയിനെ നിങ്ങളുടെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ആവും. അതങ്ങനെ കാണിച്ചില്ല. അപ്പോൾ സിമ്പിൾ കോയിൻ്റെ ഇത് പോപ്പായി വന്നില്ല. ആ സിമ്പിൾ തൊട്ട് കഴിഞ്ഞു വെച്ചാൽ വാലറ്റ് തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ കളക്ട് വേണ്ടിട്ട് SMP വേണ്ടിട്ട് 500 വരും. അപ്പോൾ അവിടെ കളക്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ വരുള്ളൂ. ഇവിടെ എൻ്റെ കയറി കഴിഞ്ഞു. ഇതിൻ്റെ റോഡ് മാപ്പൊക്കെ ഇവിടെ താഴെ കാണാൻ പറ്റും. എപ്പോഴാണ് ഇത് ലിസ്റ്റ് ആവാതെ കണ്ടില്ല. 2025 ആണ് ലിസ്റ്റിംഗ് വേണ്ടിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് വിഡ്രോ കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുക. മെയിനായിട്ട് നോക്കണം. ഇപ്പോഴും പിന്നെയും പറയുകയാണ്, നിങ്ങൾ 2 ഇമെയിൽ സെയിം ആയിട്ട് രണ്ടിലും കൊടുക്കാൻ പാടും, മാറ്റി കൊടുക്കാൻ പാടില്ല. നിങ്ങൾ സിമ്പിൾ കോയിൻ പോവും, കയ്യിൽ നിന്ന് പോവും. അതാ പറയണത്. നിങ്ങൾക്ക് തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല പോയി കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ സൈഡിൽ ഇവിടെ ചുറ്റി പോലെയുള്ള സംഭവമില്ല. അതെന്താ വെച്ചാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ലോട്ടറിയാണ്. ലോട്ടറി എന്താ അറിയാത്ത, ലോട്ടറി എല്ലാവർക്കും അറിഞ്ഞ് ഞാൻ വിചാരിക്കണം. നമ്മൾ പൈസ കൊടുക്കും, ലോട്ടറി മേടിക്കുകയും ജയിച്ചാൽ നമുക്ക് പോയിന്റ് ഇത് കിട്ടും, പൈസ കിട്ടും, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെയാണ് സംഭവം. ഇവിടെ 1000 USD ഉണ്ട്, 500 USD ഉണ്ട്, 100 ഉണ്ട്, 30 ഉണ്ട്, 20 ഉണ്ട്, 10 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ ചിലത് ലോട്ടറിൻ്റെ സൈനും ചിലത് പബ്ലിക് വേണ്ട സംഭവം ഉണ്ട്. അതെന്താ പറഞ്ഞുതരാം. ലോട്ടറി പറയുമ്പോൾ നിങ്ങൾക്ക് ലോട്ടറിൻ്റെ ഇത് പോയി കഴിഞ്ഞാൽ വെച്ചാൽ 1000-ൻ്റെ ആണ്, 1000 USD നിങ്ങൾക്ക് ഏതെങ്കിലും വാലറ്റിലേക്കോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിലേക്കോ വിഡ്രോ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റും. ഒരു USD വില പറഞ്ഞു വെച്ചാൽ 84-90 അടുത്താണ് ഇന്ത്യൻ മണി. അപ്പോൾ 1000 USD പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ വെച്ചാൽ മാക്സിമം 99 ടിക്കറ്റ്സാണ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുക. അത് നിങ്ങളുടെ കോയിൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുക. ഒരു ടിക്കറ്റിൻ്റെ വാല്യൂ പറഞ്ഞു വെച്ചാൽ 10,000 ആണ്. ഒരു ടിക്കറ്റിൻ്റെ വില 10,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാക്സിമം ടിക്കറ്റ് മേടിക്കാൻ പറ്റും മാക്സിമം മേടിക്കുക. അത് നിങ്ങളുടെ ലക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, എന്ത് റിവാർഡ് കിട്ടുക. അപ്പോൾ അത് നോക്കുക. ഇവിടെ ലോട്ടറീൻ്റെ സെഷനിൽ അങ്ങനെ. പിന്നെ പബ്ലിക് പറഞ്ഞ സംഭവം ഇത് പറഞ്ഞു വെച്ചാൽ ലേലം വിളിയാണ്. നമ്മളിപ്പോൾ കാണാം, ഒരു സാധനം മേടിക്കുമ്പോൾ ഏറ്റവും അധികം പൈസ ആരാണോ കൊടുക്കുക അവർക്കാണ് സാധനം കിട്ടുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോട്ടറി പോലെയാണ്. ലോട്ടറി അല്ല, ഇങ്ങനെ ഒരു ലേലം വിളി പോലെയാണ്. ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര SMP ടോക്കൺ ഉണ്ടോ അത് നിങ്ങൾ ഇവിടെ ഇടണം. അപ്പോൾ ഏറ്റവും അധികം ടോപ്പ് 4 പേർക്കാണ് ബെറ്റുള്ളവർക്കാണ് കിട്ടുക. ഇവിടെ പറഞ്ഞാൽ 1 കോടിയൊക്കെയാണ് ഇതിലുള്ളത്. 1 കോടിയല്ല, 17 കോടി. 17 കോടീൻ്റെയൊക്കെയാണ് ഇവർ SMP കോയിന് ബെറ്റ് വെച്ചിരിക്കുന്നത്. 500 USD. അത് ഫസ്റ്റ് 4 പേർക്കാണ് കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടണമെങ്കിൽ നന്നായിട്ട് SMP കോയിൻ നല്ല മൈൻ ചെയ്തിട്ട് വേണം ഇടാൻ. നമ്മൾ ഇപ്പോൾ ജയിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ജയിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ SMP കോയിൻ നമ്മുടെ വാലറ്റ് അക്കൗണ്ടിലേക്ക് തന്നെ വരും. അത് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ജയിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ SMP കോയിൻ മൊത്തം പോകും. പക്ഷെ നമുക്ക് 500 USD ആണ് കിട്ടുക. അപ്പോൾ അതിൽ നല്ല വാല്യൂ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് നോക്കുക. പിന്നെ സീക്രറ്റ് പറഞ്ഞു വെച്ചാൽ നമ്മളിവിടെ പൈസ എല്ലാം SMP കോയിൻ ഇട്ട് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. അതാണ് ഇവിടെ ബെറ്റ് ചെയ്യാൻ പറ്റും, മാക്സിമം എത്ര ചെയ്യാൻ പറ്റും. അത് സെയിം സംഭവം തന്നെ. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ അപ്പോൾ ഇത് ഇത്രയൊക്കെ തന്നെയാണ് ഇതിൽ പറയാനുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും മൈൻ ചെയ്യാൻ നോക്കുക. ഇത് ലിസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ കിട്ടും. ഇതിന് ലിസ്റ്റിംഗ് ഡേറ്റ് എല്ലാം അവിടെ തന്നെ വന്നാൽ 2025 ക്വാർട്ടർ 3 വരിക. അത് പറഞ്ഞത് ഫെബ്രുവരി, ജനുവരി, ഫെബ്രുവരി ആ ഒരു അതിൻ്റെ ഇടയിലാണ് വരിക ലിസ്റ്റിങ് കാര്യങ്ങളെല്ലാം. അപ്പോൾ പറ്റുന്ന പോലെ മൈൻ ചെയ്യുക.